ഹായ്. അപ്പോൾ ഇതൊരു വളരെ ഷോർട്ട് വീഡിയോ ആയിരിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. കാര്യം വേറൊന്നുമല്ല, ഇതിനെപ്പറ്റി ഒരുപാട് സംസാരിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. സോ ബേസിക്കലി ഞാൻ പറയാൻ പോകുന്നത് പാരഡോക്സ് ഓഫ് മെഡിറ്റേഷൻ എന്ന് പറയുന്നതാണ്. അതായത് മെഡിറ്റേഷൻ്റെ അല്ലെങ്കിൽ ധ്യാനത്തിൻ്റെ വിരോധാഭാസം. എന്താണ് ധ്യാനത്തിൽ വിരോധാഭാസം എന്ന് എല്ലാവർക്കും തോന്നാം. അതായത് പല ആളുകളും പല സാഹചര്യങ്ങളിൽ ഞാൻ മനസ്സിലാക്കിയെന്നോ അല്ലാതെയൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ട്, ഈ വെറുതെ ഇരിക്കുന്നതാണോ ധ്യാനമെന്ന്. അതൊന്നും ചെയ്യാതിരിക്കുന്നത്. ബേസിക്കലി എന്നെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കി വെച്ച് പറയുകയാണെങ്കിൽ വെറുതെ ഇരിക്കുന്നതാണ് ധ്യാനം. അതായത് ഒന്നും ചെയ്യാതിരിക്കുന്നത്. ഈ ഒന്നും ചെയ്യാതിരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളവിടെ ഉദ്ദേശിക്കുന്നത് ഈ ഒരു ജോലിയും ചെയ്യാതെ ഒരു സ്ഥലത്തിങ്ങനെ സ്റ്റില്ലായിട്ട് ഒരു എന്താ പറയുക പ്രതിമ പോലെ ഇരിക്കുന്നതല്ല. അങ്ങനെ ഇരിക്കുന്നത് ഒരു സാധനമായിട്ട് കണക്കാക്കിയാൽ അതിന് അതിൻ്റേതായ ചില ബെനിഫിറ്റ്സും ചിലപ്പോൾ ചില സിദ്ധികളൊക്കെ കിട്ടുന്നതായിട്ട് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എനിക്കറിയില്ല അതിനെപ്പറ്റി. ചിലപ്പോൾ സംഭവിക്കുമായിരിക്കും. പക്ഷേ ഇവിടെ ഈ മെഡിറ്റേഷനിൽ വെറുതെ ഇരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻറ്റേർണൽ മൂവ്മെൻറ്റ് ഇല്ലാതിരിക്കുക എന്നാണ് അർത്ഥം. അതായത് നമ്മുടെ ഉള്ളിൽ നിന്നും ഒരു പ്രവർത്തനം ഇല്ലാതിരിക്കുക. അതായത് നമ്മുടെ ഉള്ളിൽ എന്നൊരു ഭാവം ഉണ്ടല്ലോ. ഞാനാണിത് ചെയ്യുന്നത്, ഞാനെന്ന ഭാവം എന്ന് പറയുമ്പോൾ എല്ലാവരും വിചാരിക്കും ആ അഹംഭാവത്തെ പറ്റിയാണ് പറയുന്നത്. അല്ലാതെ നമ്മൾ നോർമൽ ലൈഫിലെ കാര്യങ്ങളെ പറ്റി അല്ല പറയുന്നൊരു ധാരണയുണ്ട്. അങ്ങനെയല്ല. എന്ത് കാര്യമായാലും നിങ്ങളുടെ ലൈഫിലെ എന്ത് ചിന്ത, നിങ്ങളുടെ ഉള്ളിലൊരു ഫീലിംഗ്, അതായത് ഇപ്പോൾ എൻ്റെ പേര് ഇതാണ്, ഞാൻ ഇന്ന ആളാണെന്നുള്ളൊരു സെൽഫ് ഐഡൻറ്റിറ്റി പോലും നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ അതിനെയാണ് ഈ അഹംഭാവം അല്ലെങ്കിൽ ഞാനെന്ന ഭാവമായിട്ട് ഈ സ്പിരിച്വൽ ലെവലിൽ പറയുന്നത്. സോ അത് പ്യുവർലി ഇല്ലാതാകുമ്പോഴാണ് നമ്മൾ ഈ ബോധോദയം നേടിയതായിട്ടും പറയപ്പെടുന്നത്. അപ്പോൾ ഈ ഞാനെന്ന ഭാവം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന എന്തൊരു ആക്ടിവിറ്റിയും ആ ഭാവത്തിൽ നിന്ന് ഉയർന്നു വരുന്നതായിരിക്കും. അതായത് എനിക്ക് സ്വയമേ തോന്നണം ഇപ്പോൾ ഇന്ന കാര്യം ചെയ്യാം, അല്ലെങ്കിൽ ഇന്ന് കുറച്ച് നേരം മെഡിറ്റേഷൻ ചെയ്യാം, ഇന്ന് കുറച്ച് നേരം അത് ചെയ്യാം ഇത് ചെയ്യാം എന്നൊക്കെ തോന്നുന്ന ചിന്തകളുണ്ടല്ലോ, ഇതൊക്കെ ആ ഭാവത്തിൽ നിന്നുണ്ടാകുന്നതാണ്. സോ ആ ഭാവത്തിൽ നിന്നുള്ള ആക്ടിവിറ്റി അല്ലാത്ത ആക്ടിവിറ്റീസ് ഉണ്ടാകുമ്പോഴാണ് ബേസിക്കലി ധ്യാനം എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഉള്ളിലെ സെൽഫിന് വേണ്ടാത്തൊരു കാര്യം സെൽഫിനോട് ഫൈറ്റ് ചെയ്യുമ്പോൾ അല്ല, സെൽഫിൻ്റെ യാതൊരു ആക്ടിവിറ്റി ഇല്ല, അതിന് അവേർഷൻ ആയാലും അതിനോട് പോസിറ്റീവായിട്ടുള്ള ആറ്റിറ്റ്യൂഡ് ആയാലും ഇത് രണ്ടും ഇല്ലാതെ സെൽഫിൽ നിന്നൊരു പ്രൊജക്ഷനോ ഒരു ആക്ടിവിറ്റിയോ ഇല്ലാതെ സംഭവിക്കുന്നതിനെയാണ് ധ്യാനം എന്ന് പറയുന്നത്. അതായത് ബേസിക്കലി നമ്മൾ വെറുതെ ഇരിക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ ആ ഉള്ളിൽ നിന്ന് നമ്മുടെ ഞാനെന്ന് പറയുന്ന ആ ഒരു ഉള്ളിലെ ഫീലിംഗ് അല്ലെങ്കിൽ ആ ഒരു സെൽഫ് ഐഡൻറ്റിറ്റിയിൽ നിന്ന് ഒരു മൂവ്മെൻറ്റും ഉണ്ടാവാതിരിക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ നമ്മൾ ഫിസിക്കലി ഒന്നും ചെയ്യാതിരിക്കുന്നതിനെ പറ്റി അല്ല പറയുന്നത്. നമ്മുടെ ഉള്ളിൽ നിന്ന് ആ ഒരു മൂവ്മെൻറ്റ് ഇല്ലാതിരിക്കണം. ഇതുകൊണ്ടാണ് ഞാനൊരു പാരഡോക്സ് ആണെന്ന് പറഞ്ഞത്. കാരണം ശരിക്കും ഒരു മനുഷ്യൻ അങ്ങനെ വെറുതെ ഇരിക്കാൻ പറ്റും? ആലോചിച്ചിട്ടുണ്ടോ? അതായത് ഇപ്പോൾ ഞാൻ പറഞ്ഞ വെറുതെ ഇരിക്കുന്നതാണ് ധ്യാനം. അപ്പോൾ ഞാൻ സ്വയം വിചാരിക്കണം ഇന്നിപ്പോൾ കുറച്ച് നേരം വെറുതെ ഇരുന്നാണ് ഒരല്പം ധ്യാനിക്കുക. അങ്ങനെ ഇരുന്ന് അത് ധ്യാനമാവും. കാരണം ഈ വെറുതെ ഇരിക്കാം എന്ന് പറയുന്ന ഒരു മൂവ്മെൻറ്റ് എൻ്റെ സെൽഫിൽ നിന്നുണ്ടാവുന്നതാണ്. ഞാനവിടെ വെറുതെ ഇരിക്കാം എന്നുള്ളൊരു ആക്ടിവിറ്റി ചെയ്യാൻ നോക്കുകയാണ്. അങ്ങനെ ഞാൻ ആ ആക്ടിവിറ്റി സെൽഫായിട്ട് എഫേർട്ട് ഇട്ട് ചെയ്യാൻ നോക്കുമ്പോൾ അതെങ്ങനെയാണ് വെറുതെ ഇരിക്കലാവുന്നത്? ഇതാണ് ഇതിൻ്റെ പാരഡോക്സ് എന്ന് പറയുന്നത്. ഈ ഒരു സബ്ജക്റ്റിനെ പറ്റി ഞാൻ ഒരുപാട് ലെങ്തിൽ സംസാരിച്ചിട്ടോ ഒരുപാട് ഷോർട്ടായിട്ട് സംസാരിച്ചിട്ടോ രണ്ടായാലും ഇത് കേൾക്കുന്ന ആൾക്ക് വലിയ ബെനിഫിറ്റ് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇത് ഒരു പാരഡോക്സ് എന്ന് തന്നെയാണ്, വിരോധാഭാസം എന്ന് തന്നെ പറയാൻ കാര്യം ഇത് നമ്മുടെ ഇൻ്റലക്ച്വലിന് അല്ലെങ്കിൽ നമ്മുടെ മനസ്സിന് കോംപ്രഹെൻഡ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ല. നമ്മുടെ ഉള്ളിൽ നിന്ന് ഈ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അതായത് നമ്മുടെ ഉള്ളിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും, പക്ഷെ നമ്മുടെ മനസ്സുകൊണ്ട് അനലറ്റിക്കലായിട്ടുള്ള നമ്മുടെ ലീനിയർ ആയിട്ടുള്ള ചിന്ത വെച്ചിട്ട് നമുക്ക് അനലൈസ് ചെയ്ത് മനസ്സിലാക്കി ഇന്ന് മുതൽ ഇങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ ഇതിങ്ങനെയാണെന്ന് കംപ്ലീറ്റ്ലി ഉൾക്കൊള്ളാൻ പറ്റുന്നൊരു കാര്യമല്ല. കാരണം മനസ്സിന് അതീതമായ ഒരു തലത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ ആ തലം എന്താണെന്ന് മനസ്സിലാക്കാൻ മനസ്സിൻ്റെ ഉള്ളിലൊന്നും നമുക്ക് സാധിക്കില്ല. നമ്മുടെ മനസ്സിന് പുറത്തുള്ള കാര്യങ്ങൾക്ക് മനസ്സ് വെച്ച് എങ്ങനെ അറിയാൻ പറ്റും? മനസ്സിന് കോംപ്രഹെൻഡ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമാണ് നമുക്ക് മനസ്സിലൂടെ അറിയാനും റീസണിങ് ചെയ്യാനും വാലിഡേറ്റ് ചെയ്യാനും അനലൈസ് ചെയ്യാനും പ്രാവർത്തികമാക്കാനും ഒക്കെ സാധിക്കുന്നത്. സോ ബേസിക്കലി അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ മെഡിറ്റേഷൻ എന്ന് പറയുന്നത് വളരെ സ്വാഭാവികമായി തന്നെത്താനെ സംഭവിക്കുന്ന ഒരു കാര്യമെന്ന് പറയും. ഞാൻ എപ്പോഴും പല വീഡിയോസിലും പറയുന്നതിൻ്റെ ഒരു റീസൺ ഇതാണ്. നമ്മൾ ഈ ചെയ്യുന്ന യോഗാഭ്യാസം, മൈൻഡ്ഫുൾനെസ്, അവയർനെസ് പ്രാക്ടീസ്, ഇതെല്ലാം നമ്മൾ എഫേർട്ടോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇതെല്ലാം എന്തിനാണ്? നമ്മുടെ ചുറ്റിനും ഒരു വിളനിലം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നതാണ്. എന്തിനാണ്? അവിടെ ഈ മെഡിറ്റേഷൻ ആകുന്ന അല്ലെങ്കിൽ ധ്യാനമാകുന്ന ചെടി തന്നെത്താനെ മുളയ്ക്കാൻ വേണ്ടിയിട്ട്. അല്ലാതെ നമുക്ക് ആ ചെടിയെ വലിച്ച് തറയുന്ന വളർത്തിയെടുക്കാൻ സാധിക്കില്ല. നമുക്ക് ആ വിത്ത് അവിടെ വയ്ക്കാം, മണ്ണിൽ കുറച്ച് വളമിടാം, വെള്ളം ഒഴിക്കാം, ഇതൊക്കെ ചെയ്യാൻ പറ്റും. സോ നമ്മൾ ഒരു ബേസിക് സ്റ്റെബിലിറ്റി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. അത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ ഒരു ഇൻറ്റേർണലായിട്ടുള്ള മാനസികമായ കോൺഫ്ലിക്റ്റുകൾ ഇല്ലാതിരുന്നു കഴിഞ്ഞാൽ
ഈ ധ്യാനം ഓട്ടോമാറ്റിക്കലി സംഭവിക്കും. അതായത് ഈ വെറുതെ ഇരിക്കുക എന്ന് പറയുന്ന കാര്യം നമ്മുടെ ഉള്ളിൽ സെൽഫ് ഐഡൻറ്റിറ്റിക്ക് ഒരു ആക്ടിവിറ്റി ഇല്ലാതിരിക്കും. അപ്പോൾ ശരിക്കും വെറുതെ ഇരിക്കാൻ നമുക്ക് സാധിക്കും. അതായത് നമ്മുടെ ചുറ്റും എന്ത് നടന്നാലും നമ്മൾ എത്രത്തോളം, ഇപ്പം നിങ്ങൾ രാവിലെ തൊട്ട് രാത്രി വരെ അല്ലെങ്കിൽ ഒരു 24 മണിക്കൂർ തുടർച്ചയായിട്ട് നിങ്ങളൊരു ശാരീരിക അധ്വാനം ചെയ്തുകൊണ്ടിരുന്നാലും നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ വെറുതെ ഇരിക്കുകയാണ്. അതായത് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ഞാനെന്തോ ചെയ്യുന്നു എന്നൊരു ആക്ടിവിറ്റി അവിടെ ഇല്ല. അത് നമ്മൾ പർപ്പസ്ഫുള്ളി അങ്ങനെ ആക്കുന്നതിനെ പറ്റി അല്ല പറയുന്നത്, യാഥാർത്ഥികമായും സ്വാഭാവികമായും ഇല്ലാതിരിക്കുന്നതിനാണ് പറയുന്നത്. അങ്ങനെ ഇല്ലാതിരുന്നു കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾക്കൊരു ഭയങ്കര സുഖം അനുഭവപ്പെടുമെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം. കാരണം ഈ 24 മണിക്കൂറും ചെയ്യുന്ന ജോലിയിൽ ഒരു എഫേർട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യില്ല. ആ ജോലികളെല്ലാം സ്വാഭാവികമായി സംഭവിക്കുമെന്നുള്ളതിന് പുറമേ തന്നെ ഒരു തരത്തിലുള്ള മാനസികവും ശാരീരികവുമായ ബുദ്ധിമുട്ടോ പിൻവലിയലോ നിങ്ങൾക്കുണ്ടാവില്ല. നിങ്ങൾ ശരിക്കും ആ ചെയ്യുന്ന കാര്യം എൻജോയ് ചെയ്യും. കാരണം കോൺസ്റ്റൻ്റായിട്ട് ആ ഒരു ഈ പരബ്രഹ്മം അല്ലെങ്കിൽ സച്ചിത്താനന്ദം എന്നൊക്കെ പറയുന്ന ആ ഒരു സുഖത്തിലായിരിക്കും നമ്മൾ. ഈ നമ്മൾ കള്ള് കുടിക്കുമ്പോഴോ കഞ്ചാവ് വലിക്കുമ്പോഴോ അല്ലെങ്കിൽ അതുപോലത്തുള്ള മറ്റേ ഈ പ്ലഷർ സെൻസേഷൻ കൂട്ടുന്ന സാധനങ്ങളുണ്ടല്ലോ, ഇപ്പോൾ ഈ ഡ്രഗ്സ് ആയാലും ആൽക്കഹോൾ ആയാലും അല്ലെങ്കിൽ മധുരം അതുപോലത്തെ ഒരു സംഭവം, ഈ ഡ്രഗിൻ്റെ ആൽക്കഹോളിൻ്റെ അതേ ലെവലിൽ വരുന്നൊരു സാധനമാണ് ഈ മധുരം എന്ന് പറയുന്നത്, പ്രോസസ്ഡ് ഷുഗർ. ഇതുകൊണ്ടൊക്കെ നമുക്ക് കിട്ടുന്നൊരു പ്ലഷർ, ഒരു സുഖം എന്ന് പറയുന്നതും ഈ ഒരു സമാധാനവും ഈ സ്വസ്ഥതയും ഈ ഒരു മെൻ്റൽ ആക്ടിവിറ്റി ഇല്ലായ്മ കൊണ്ടുണ്ടാകുന്ന സുഖവും തമ്മിൽ കമ്പയറബിൾ അല്ല. ഇത് രണ്ട് തരത്തിലുള്ള സുഖമാണ്. ഇത് നിങ്ങൾക്ക് അനുഭവിച്ചാൽ മാത്രമേ ആ സുഖവും ഈ സുഖവും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കാൻ സാധിക്കൂ. ഈ മഹാന്മാരും പുരാണങ്ങളിലൊക്കെ പറയുന്നത് ഈ പറയുന്ന ഈ കംപ്ലീറ്റ് സൈലൻസിൻ്റെ, അതായത് ഒരു ആക്ടിവിറ്റിയും ഇല്ലാതിരിക്കുന്നതിൻ്റെ ഇൻറ്റേർണൽ ആക്ടിവിറ്റിയെ പറ്റിയാണ് പറയുന്നത്. ഇല്ലാതിരിക്കുന്നതിൻ്റെ സുഖം അറിഞ്ഞ ഒരാൾക്ക് തീർച്ചയായും എന്താ പറയുക, വളരെ മനോഹരമായ ഒരു സ്റ്റേറ്റിലേക്ക് എത്തുന്നത് പോലെ തന്നെ അവർക്ക് പിന്നെ വേറെ ലോകത്തിലൊരു പ്ലഷറിനോടും താല്പര്യം ഉണ്ടാവില്ല. കാരണം ഇത് ഹയർ ലെവൽ ഓഫ് കോൺഷ്യസ്നെസ്സിലുള്ളൊരു പ്ലഷറാണ്. ആ പ്ലഷർ എൻജോയ് ചെയ്ത് തുടങ്ങിയ ആൾക്ക് മറ്റുള്ള പ്ലഷറുകളൊരു വിഷയമല്ല. അവർക്ക് അവരുടെ ആ ഒരു സന്തോഷവും ലൈക്ക് എന്താ പറയുക, ഈ ഒരു സ്വാഭാവികമായ അവസ്ഥ ഒരു കാര്യത്തിൽ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നില്ല. അതായത് നിങ്ങളുടെ ശരീരത്തിലോ മനസ്സിലോ നിങ്ങളുടെ ചുറ്റുമുള്ള വ്യക്തികളിലോ വ്യക്തിത്വങ്ങളിലോ നിങ്ങളുടെ ചുറ്റുമുള്ള വസ്തുക്കളിലോ ഒന്നും അധിഷ്ഠിതമല്ല അയാളുടെ സുഖം. അതായത് നിങ്ങൾക്കിപ്പോൾ പഞ്ചാര വളരെ ഇഷ്ടമുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾ പഞ്ചാര കഴിക്കണം ആ സുഖം കിട്ടാൻ, സിഗരറ്റ് ഇഷ്ടമുള്ള ആൾക്ക് സിഗരറ്റ് വലിക്കണം ആ സുഖം കിട്ടാൻ. പക്ഷേ ഇതൊന്നുമില്ലാതെ, അല്ലെങ്കിൽ ഞാൻ സിഗരറ്റ് വലിക്കുകയാണ് അല്ലെങ്കിൽ പഞ്ചാര കഴിക്കുകയാണെന്ന് ഇമാജിനേഷനെങ്കിലും വേണം ആ ഒരു സുഖം കിട്ടാൻ. ഇതൊന്നുമില്ലാതെ സ്വാഭാവികമായി 24 മണിക്കൂർ സുഖമുള്ള ഒരവസ്ഥ. അതായത് ഒന്നിനെപ്പറ്റി ഒരു അറിയുമില്ല എന്ന് മാത്രമല്ല, നമ്മൾ ചെയ്യുന്നൊരു ആക്ടിവിറ്റി, നമ്മളൊരു കാര്യം ചെയ്യാറിറങ്ങുമ്പോൾ അത് ഇന്ന പോലെയാണോ ചെയ്യേണ്ടത് അതോ മറ്റതുപോലെയാണോ ചെയ്യേണ്ടത് ഒരു ചിന്തയും ഉണ്ടാവാതെ കൃത്യമായി സ്വാഭാവികമായി ആ കാര്യങ്ങൾ നമുക്ക് ചെയ്യാമെന്നുള്ളത് മാത്രവുമല്ല, ആ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ദൈവീകത ഉണ്ടായിരിക്കും, ഗോഡ്ലിനെസ് ഉണ്ടായിരിക്കും. ഇതിനാണ് ശരിയായ ആത്മീയതയായിട്ട് ഞാൻ കാണുന്നത്. ഈ മതങ്ങളിലും മതസംഘടനകളിലും പറയുന്ന ദൈവങ്ങളെ പറ്റിയോ അവരുടെ ദൈവികമായ ജീവിതത്തെ പറ്റിയോ അല്ല ഞാൻ പറയുന്നത്. നമ്മുടെ ഉള്ളിൽ ഈ ഞാനെന്ന് പറയുന്ന ആക്ടിവിറ്റി ഇല്ലാതിരിക്കുമ്പോൾ സ്വാഭാവികമായി നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ, അതായത് നമ്മൾ വെറുതെ ഇരിക്കുമ്പോഴെന്ന് പറയുമ്പോഴും നമ്മൾക്ക് വെറുതെ ഇരിക്കാൻ പറ്റില്ല. ഈ വെറുതെ ഇരിക്കുന്ന കാര്യം തന്നെത്താനെ സംഭവിക്കണം. ആ ഒരു സ്റ്റേറ്റിൽ നമ്മൾ എത്തുമ്പോൾ ഇറ്റ് ഈസ് അൺഎക്സ്പ്ലെയിനബിൾ. സത്യമായി അത് ഞാനിപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ തന്നെ അതിൻ്റെ ഒരു പാരഡോക്സ് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. അതായത് ഈ നമുക്ക് ഇന്ന കാര്യം ചെയ്താലേ നമുക്ക് നടക്കുള്ളൂ, എന്നാൽ ഈ കാര്യം നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ഇന്ന കാര്യം ചെയ്യുന്നതായിട്ട് മാറത്തുമില്ല. അതാണ് എൻ്റെ അവസ്ഥ. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ, ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കർമ്മം തന്നെത്താനെ സംഭവിച്ചുകൊണ്ടേയിരിക്കും. നമ്മൾ ഈ കർമ്മത്തിന് പ്രവർത്തിക്കേണ്ട കാര്യങ്ങളെല്ലാം നമ്മുടെ ശരീരവും മനസ്സും ഓട്ടോമാറ്റിക്കലി ചെയ്തുകൊണ്ടേയിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ നമ്മുടെ ഉള്ളിൽ എന്തോ നമ്മൾ ചെയ്യുന്നു, അല്ലെങ്കിൽ നമുക്ക് അയ്യോ നാളെ അത് ചെയ്യാനുണ്ട്, അല്ലെങ്കിൽ ഇന്നലെ ഞാൻ അത് ചെയ്തു പോയി, ഇത്തരം ഈ ചിന്തകളും ഈ ഒരു പോരാട്ടം ഉണ്ടല്ലോ നമ്മുടെ ഉള്ളിൽ നടക്കുന്ന, അത് മാത്രമാണ് നമ്മളെ വിഷമിപ്പിക്കുന്നത്, വേദനിപ്പിക്കുന്നത്, കൺഫ്യൂസ് ആക്കുന്നത്, വറീഡാക്കുന്നത്, ബുദ്ധിമുട്ടിക്കുന്നത്. ഇതിൻ്റെ ഒന്നും യാതൊരു ആവശ്യവും നമുക്ക് സത്യം പറഞ്ഞാൽ ഇല്ല. സത്യം പറഞ്ഞാൽ നമുക്ക് എപ്പോഴും സ്വസ്ഥമായിരിക്കാൻ സാധിക്കും. നമ്മുടെ ചുറ്റും എന്ത് സംഭവിച്ചാലും നമ്മുടെ സന്തോഷം ഒരു വ്യക്തിയെ ഡിപ്പെൻഡ് ചെയ്താണെങ്കിൽ, ഒരാൾ നമ്മളോട് കാണിക്കുന്ന ഒരു അറ്റൻഷനോ അഫെക്ഷനോ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നതെങ്കിൽ അതില്ലാതായി കഴിയുമ്പോൾ നമുക്ക് ഉറപ്പായും വിഷമം ഉണ്ടാകും. അതുകൊണ്ടാണ് സാക്ഷാൽ ശ്രീബുദ്ധൻ പറഞ്ഞത് ജീവിതം എന്ന് പറയുന്നത് കോൺസ്റ്റൻറ്റ് സഫറിങ് ആണെന്ന്. അതായത് ജീവിതത്തിൽ സന്തോഷമില്ല. ഒന്നുകിൽ നമ്മൾ ബോധോദയം നേടി ജീവിതത്തിൻ്റെ സൈക്കിളിൽ നിന്ന് വെളിയിലിറങ്ങുക, അല്ലെങ്കിൽ കഷ്ടപ്പെട്ട് മരിക്കുക, വീണ്ടും ജനിച്ചിട്ട് വീണ്ടും കഷ്ടപ്പെടുക എന്നാണ് പുള്ളി പറഞ്ഞേക്കുന്നത്. അതിൻ്റെ കാരണം ഇതാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജീവിതം
സഫറിങ് ആയി തന്നെ നിലനിൽക്കുള്ളൂ. ഇപ്പോൾ എത്ര പണമുള്ള ആളായാലും, എത്ര സൗകര്യമുള്ള ആളായാലും, എത്ര സൗന്ദര്യമുള്ള ആളായാലും, എത്ര ആരോഗ്യമുള്ള ആളായാലും ഇന്നല്ലെങ്കിൽ നാളെ അയാൾക്ക് ഇതെല്ലാം നഷ്ടപ്പെടും. അറ്റ്ലീസ്റ്റ് നമുക്ക് ഒന്ന് ജീവിതകാലത്തിൽ ഒരിക്കലും നഷ്ടപ്പെട്ടില്ലെങ്കിൽ പോലും നമ്മൾ മരിക്കുന്ന സമയത്ത് നമുക്ക് ഇതെല്ലാം നഷ്ടപ്പെടും. അപ്പോൾ ആ മരിക്കുന്ന ആ മൊമെൻറ്റിലായിരിക്കാം നമുക്ക് ആ ഒരു ഭയങ്കരമായൊരു ഭീകര അന്തരീക്ഷം ഉണ്ടാകുന്നത്. കാരണം എല്ലാ മനുഷ്യൻ്റെ ഉള്ളിൽ അസ്തിത്വ ആദി എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അതായത് ഇനേറ്റ് ആയിട്ടുള്ളൊരു ഫിയർ മരണത്തോട്. അത് നമ്മൾ പല കാര്യങ്ങളിലായിട്ട് ഇങ്ങനെ മാറി മാറി അറ്റാച്ച് ചെയ്ത് ഇട്ടേക്കുകയായിരിക്കും. പലരും പറയും എനിക്ക് മരിക്കാൻ പേടിയില്ല. പിന്നെന്താണ് നിങ്ങൾക്ക് പേടി? എനിക്ക് വേദനിച്ച് മരിക്കാൻ വയ്യ, എനിക്ക് സുഖത്തോടു കൂടി മരിക്കണമെന്ന്. സത്യം പറഞ്ഞാൽ ആ ഒരു ഫിയർ നമ്മളൊരു മാസ്ക് ചെയ്യുന്നൊരു പരിപാടിയാണിത്. ശരിക്കും അവർക്ക് മരണത്തോട് തന്നെയാണ് ഈ ഒരു ഫിയർ ഉള്ളത്. ഈ മരണത്തെ പേടിക്കാത്ത ഒരാൾക്ക് വേദനയെ പേടിക്കേണ്ട ആവശ്യമില്ല ശരിക്കും പറഞ്ഞാൽ. എന്നാൽ അവർക്ക് ഈ വേദന ഇല്ലാതെ തന്നെ മരണം അവരുടെ കൺമുമ്പിൽ എത്തിക്കഴിഞ്ഞാൽ അവർ ശരിക്കും അങ്ങ് ഫിയറായി പോകും. ആ ഒരു മൊമെൻറ്റിൽ അവർ ലൈക്ക് അയ്യോ ഞാൻ ഇത്രയും കാലം ചെയ്തതൊക്കെ വെറുതെ ആയി എന്നൊരു തിരിച്ചറിവ് അവർക്കുണ്ടാവും. അവർ കിടന്ന് സഫർ ചെയ്യും. ഐ ഹാവ് സീൻ ദിസ് പേഴ്സണലി ഇൻ മൈ ലൈഫ്. അപ്പോൾ അതുപോലെ നമുക്കൊരാൾ നമ്മുടെ മകനെ നമുക്കിഷ്ടമാണ്, നമ്മുടെ അമ്മയെ നമുക്കിഷ്ടമാണ്. ഇവരൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ ഒരു കാലത്ത് ഒന്നിലും നമ്മൾ മരിക്കുമ്പോൾ നമുക്ക് അവരെ നഷ്ടപ്പെടും, അല്ലെങ്കിൽ അവർ നമുക്ക് മുമ്പേ മരിക്കുകയാണെങ്കിൽ നമുക്ക് നഷ്ടപ്പെടും. ഇല്ലെങ്കിൽ അവർക്കൊരു അസുഖം വന്നാൽ നമ്മളെ ബാധിക്കും, നമുക്കൊരു അസുഖം വന്നാൽ നമ്മളെ ബാധിക്കും, നമ്മുടെ സൗന്ദര്യം നഷ്ടപ്പെടുമ്പോൾ നമ്മളെ ബാധിക്കും, നമ്മുടെ മുടി നരയ്ക്കുമ്പോൾ അല്ലെങ്കിൽ മുടി കൊഴിഞ്ഞു പോകുമ്പോൾ, നമ്മുടെ മസിൽ പോകുമ്പോൾ, അല്ലെങ്കിൽ മസിൽ ഒരു കയ്യോ കാലോ നഷ്ടപ്പെടുമ്പോൾ, ഇതെല്ലാം നമ്മൾ സഫർ ചെയ്യുന്ന കാര്യങ്ങളാണ്. കാര്യം നമ്മളെ സന്തോഷവും സമാധാനവും നമ്മൾ ഈ കാണുന്ന സാധനങ്ങളെല്ലാം അറ്റാച്ച് ചെയ്തേക്കുന്നത് കൊണ്ടാണ് നമുക്കത് സംഭവിക്കുന്നത്. ബേസിക്കലി യാതൊരു തരത്തിലുള്ള അറ്റാച്ച്മെൻറ്റും ഇല്ലാത്തൊരു അവസ്ഥയിലോട്ടാണ് നമ്മൾ ഈ ശുദ്ധബോധത്തിലെത്തുമ്പോൾ, അല്ലെങ്കിൽ പ്യുവർ അവയർനെസ് അല്ലെങ്കിൽ പ്യുവർ കോൺഷ്യസ്നെസ് അറിയുമ്പോൾ സംഭവിക്കുന്നത്. അത് അറിയുമ്പോൾ അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പരമമായ ആനന്ദമാണ്. പിന്നെ മരണം സംഭവിക്കുന്നത് പോലും ശരീരത്തിനോ മനസ്സിനോ ആയിരിക്കും. ഈ അവയർനെസ് അല്ലെങ്കിൽ ശുദ്ധബോധം എപ്പോഴും എല്ലായ്പ്പോഴും എവിടെയും എക്സിസ്റ്റ് ചെയ്യുന്നൊരു സാധനമാണ്. അല്ലെങ്കിൽ സാധനമെന്ന് തന്നെ സത്യമായി പറയാൻ പറ്റില്ല. കാരണം ഇതൊരു വ്യക്തിയുമല്ല, ഇതൊരു വസ്തുവുമല്ല. ഈ വ്യക്തി വസ്തു എന്നൊക്കെ നമ്മൾ കാര്യങ്ങളെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമ്മുടെ മനസ്സിൻ്റെ ഒരു ഇത്. നമുക്ക് ജീവിക്കാൻ നമുക്ക് ചില കാര്യങ്ങൾ വേണം ബേസിക്കായിട്ട്. കാരണം ഇപ്പോൾ എനിക്ക് ഇവിടെ നിന്ന് തൊട്ടടുത്ത സ്ഥലം വരെ പോകാൻ എനിക്ക് ആ വഴി അറിയണം, എനിക്ക് നടക്കാൻ അറിയണം, എനിക്കിത് അവിടം വരെ എത്ര ദൂരം ഉണ്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ എനിക്കൊരു മെട്രിക് സിസ്റ്റം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തരത്തിലുള്ള ഒരു കാൽക്കുലേറ്റർ സിസ്റ്റം എനിക്ക് അറിഞ്ഞിരിക്കണം. എന്നാൽ ശരിക്കും പറഞ്ഞ ജീവിതത്തിൽ ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ? ഇതിൻ്റെത് ആവശ്യമില്ലെങ്കിലും നമുക്കിവിടെ ജീവിതത്തിൽ ഒരു കോമൺ ലൈഫ് അല്ലെങ്കിൽ ഒരു സാധാരണപരമായിട്ടുള്ള ഒരു സൊസൈറ്റിക്കൽ ലൈഫിൽ ജീവിക്കാൻ നമുക്കിതെല്ലാം അറിഞ്ഞാലേ പറ്റും. അല്ലെങ്കിൽ ചില സിസ്റ്റങ്ങൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. അത് നമ്മുടെ ശരീരവുമായിട്ടും നമ്മുടെ മനസ്സുമായിട്ടൊക്കെ നമ്മൾ അറ്റാച്ച് ചെയ്ത് നിൽക്കുന്നതിൻ്റെ റീസൺ അതാണ്. എന്നാൽ ഇത് കംപ്ലീറ്റ്ലി പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ ആ പ്യുവർ കോൺഷ്യസ്നെസ് മാത്രം നിൽക്കുമ്പോൾ അതിന് ഇതുമായിട്ടൊന്നും യാതൊരു ബന്ധവുമില്ല. അവിടെ ഇതൊക്കെ ഇങ്ങനെ സംഭവിക്കുകയാണ്. ലൈക്ക് നിങ്ങൾ എത്ര പേര് മറ്റേ മെഷീൻ കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. നമ്മളെ ഹാർട്ട് ബീറ്റൊക്കെ നോക്കുന്നൊരു മെഷീൻ ഉണ്ടല്ലോ, ECG മെഷീൻ, ECG വേരിയേഷൻ കാണിക്കുന്നൊരു മെഷീനില്ലേ. അപ്പോൾ അതിലെപ്പോഴും ആ ഒരു ബീപ്പ് ഇങ്ങനെ ഒരേ ലൈനിലായിരിക്കും ഓഫായി കിടക്കുകയാണെങ്കിൽ. അതൊരാളുടെ ഹാർട്ടിൽ കണക്ട് ചെയ്യുമ്പോൾ അതിന് വേരിയേഷൻ ഉണ്ടാവും. അതുപോലെയാണ് നമ്മൾ ഈ പ്യുവർ കോൺഷ്യസ്നെസ്സിനെ കാണേണ്ടത്. പ്യുവർ കോൺഷ്യസ്നെസ് ഇങ്ങനെ എപ്പോഴും ഒരേപോലെ എക്സിസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അതിൽ ഈ നാടകങ്ങൾ സംഭവിക്കുന്ന പോലെ അല്ലെങ്കിൽ ഹാപ്പനിങ്സ് പോലെ ഓരോ മനുഷ്യൻ്റെ ജീവിതം ഇങ്ങനെ പൊങ്ങിത്താഴ്ന്ന് വന്നും പോവുകയും അങ്ങനെ ഇങ്ങനെ നിൽക്കും. എന്നാൽ പ്യുവർ കോൺഷ്യസ്നെസ് എക്സിസ്റ്റിംഗ് ആണ്, എവർ ലാസ്റ്റിംഗ് ആണ്. അതായത് ഈ ജീവിതത്തിൻ്റെ എന്താ പറയുക, ഈ ഒരു ഗെയിം ഇങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കും. അവിടെ നമ്മൾ വെറുതെ ഇരിക്കുക എന്ന് പറയുന്നൊരു കാര്യം ചെയ്യുന്നതോടുകൂടി നമുക്കും അതറിയാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. ഈ രമണ മഹർഷി ഉൾപ്പെടെ, രമണ മഹർഷിയുടെ ഏറ്റവും വലിയ ഒരു പ്രധാനപ്പെട്ട ഒരു ഉപദേശം, പലരും വരുമ്പോഴത്തേക്ക് അദ്ദേഹത്തോട് ചോദിക്കും ഞാൻ എന്ത് ചെയ്യണം ബോധോദയം നേടാൻ. അദ്ദേഹം പറയും ചുമ്മാ ഇര്, അതായത് വെറുതെ ഇരുന്നേ, അത്രേ ഉള്ളൂ, തീർന്ന കാര്യം. വെറുതെ ഇരുന്നാൽ മതി, സ്വസ്ഥത ഉണ്ടാവും. വെറുതെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ ഇന്നിനി കുറച്ച് നേരം ഞാൻ വെറുതെ ഇരുന്ന് കളയാമെന്ന് പറഞ്ഞാൽ നമ്മളായിട്ട് വെറുതെ ഇരിക്കുന്നതല്ല. സത്യം പറഞ്ഞാൽ ആദ്യം ഒരു സ്വല്പം എഫേർട്ട് വേണം. ഞാനും അത് തന്നെയാണ് വിശ്വസിക്കുന്നത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം രാവിലെ ഇന്നിനി അങ്ങനെ ആവാം എന്ന് വിചാരിച്ചാൽ പറ്റില്ല. അതായത് ഞാനിങ്ങനെ വെറുതെ ഇരിക്കാമെന്ന് വിചാരിക്കുകയല്ല, ആ ഒരു വിചാരത്തിൻ്റെ പ്രോസസ്സ് ഇല്ലാതെ എനിക്ക് വെറുതെ ഇരിക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ ആദ്യം കുറച്ച് എഫേർട്ട് ഇടുക. ആദ്യം കുറച്ച് എഫേർട്ട് ഇടുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ചുറ്റിനും അതായത് നമ്മൾ ഈ ബേസിക്കായിട്ട് നിങ്ങളൊരു കാര്യം ചെയ്യുക. ബേസിക്കായിട്ട് ഈ സാധൻ മെഡിറ്റേഷനിൽ പണ്ട് ബോധധർമ്മനൊക്കെ ചെയ്ത പോലെ എല്ലാ ദിവസവും കുറച്ച് നേരം വെറുതെ എഫേർട്ട് ഇട്ട് തന്നെ ഇരിക്കുക. അതായത് വെറുതെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ ഒരിടത്ത് കയറി ഇരിക്കുക. ഫോൺ നോക്കരുത്, ചായ കുടിക്കരുത്, TV കണ്ടുകൊണ്ടിരിക്കരുത്, ബുക്ക് വായിക്കരുത്, ഒന്നും ചെയ്യരുത്, വെറുതെ ഇരിക്കുക. പക്ഷെ അപ്പോഴും നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാതെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട്, ചിന്തകൾ ഇങ്ങനെ വന്ന് മറിഞ്ഞുകൊണ്ടിരിക്കും. വന്നോട്ടെ, ആ ചിന്തയെ ഫൈറ്റ് ചെയ്യാനോ റെസിസ്റ്റ് ചെയ്യാനോ ഒന്നും പോകരുത്.
അപ്പം അതെല്ലാം നമ്മൾ ഓൾറെഡി പ്ലാൻ ചെയ്ത് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ബേസിക്കലി നമ്മളവിടെ വെറുതെ ഇരിക്കാൻ എഫേർട്ട് ഇടുന്നുണ്ട്. അതായത് ചിന്തകൾ വരുമ്പോൾ അതിനെ ഫൈറ്റ് ചെയ്യണം നമ്മൾ തീരുമാനം എടുത്തിട്ടുണ്ട്, നമ്മൾ വെറുതെ ഇരിക്കാൻ തീരുമാനിക്കുന്നുണ്ട്, ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ സംഭവിച്ചോട്ടെ നമ്മൾ വിചാരിക്കുന്നുണ്ട്. 1 മിനിറ്റ് ഇരുന്നാൽ മതി എല്ലാ ദിവസവും ഇങ്ങനെ. അങ്ങനെ ഒരിടത്ത് ഇങ്ങനെ ഇരുന്നിട്ട് ലെറ്റ് ഇറ്റ് ഓൾ ഹാപ്പൻ, എല്ലാം സംഭവിക്കട്ടെ എന്ന് വിചാരിക്കുക. ഇത് പറയാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു സ്റ്റാർട്ടിങ് കിട്ടും. അതായത് നമ്മുടെ മൈൻഡിൻ്റെ ഒരു ലീനിയർ പാത്തിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് വന്നിട്ട് പയ്യെ പയ്യെ നമ്മുടെ ചിന്തകൾ ഡൗൺ ആവാൻ തുടങ്ങും. ഇറ്റ് വിൽ ഹാപ്പൻ. പയ്യെ പയ്യെ കംപ്ലീറ്റ്ലി ഞാൻ അവിടെ ഈ സ്ഥിരമായി അവിടെ ഒരിടത്ത് വെറുതെ കുറേ നേരം എഫേർട്ട് ഇട്ട് ഇരിക്കുന്ന ഒരാൾ കുറച്ച് കാലം കഴിയുമ്പോൾ ഞാൻ അവിടെ എഫേർട്ട് ഇട്ട് വെറുതെ ഇരിക്കുകയാണെന്നുള്ള കാര്യം തന്നെ അയാൾ മറക്കും. അപ്പോൾ ഞാനിവിടെ വെറുതെ ഇരിക്കുകയാണ്, ഞാൻ തോട്ട്സിനെ ജഡ്ജ് ചെയ്യുന്നില്ല, ഞാൻ വെറുതെ അതൊക്കെ വിട്ടയക്കുകയാണെന്നുള്ള ചിന്ത തന്നെ അയാളുടെ ഉള്ളിൽ നിന്ന് അങ്ങ് വാനിഷായി പോകും. അപ്പോഴാണ് ശരിക്കും നിങ്ങൾ വെറുതെ ഇരിക്കുന്നത്. സോ ആ മൊമെൻറ്റിൽ വളരെ ബ്യൂട്ടിഫുള്ളായ കാര്യങ്ങൾ സംഭവിക്കും. ലൈക്ക് ഇത് ഞാൻ വെറുതെ പറഞ്ഞ് സമയം കളയേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് സ്വയം എക്സിസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. സ്വയം എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിൽ കാണുന്ന ഒരു ഇമാജിനേഷനോ നിങ്ങളുടെ ശരീരത്തിൽ കിട്ടുന്ന എക്സ്പീരിയൻസോ ഒന്നുമല്ല ഞാൻ പറയുന്നത്. ഒരു ഹാപ്പനിങ് സംഭവിക്കും. അത് നിങ്ങൾക്കല്ല സംഭവിക്കുന്നത്, പക്ഷേ ഒരു ഹാപ്പനിങ് സംഭവിക്കും. കാരണം നിങ്ങൾക്ക് അവിടെ നിങ്ങളെന്നൊരു വ്യക്തിത്വത്തിന് കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് അല്ല നമ്മളിവിടെ കണ്ടെത്താൻ ശ്രമിക്കുന്നത്. എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വരെയും പോവുകയും ചെയ്തുകൊണ്ടിരിക്കും. അതിനെപ്പറ്റി അല്ല പറയുന്നത്. അവിടെ ഒരു ഹാപ്പനിങ് സംഭവിക്കും. ലൈക്ക് ഇതിന് പറയാനൊരു പ്രാവർത്തികമാക്കി അല്ലെങ്കിൽ നമ്മുടെ ലീനിയർ മനസ്സുകൊണ്ട് ചിന്തിക്കുകയും പെരുമാറുകയും നമ്മുടെ ഭാഷ കൊണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും ചെയ്യുമ്പോഴാണ് ഒരു അനുഭവം, എനിക്കൊരു അനുഭവം ഉണ്ടായി, എനിക്കൊരു എക്സ്പീരിയൻസ് ഉണ്ടായി, അല്ലെങ്കിൽ എനിക്കത് മനസ്സിലായി എന്നൊക്കെ നമ്മൾ പറയേണ്ടി വരുന്നത്. ബേസിക്കലി അവിടെ നടക്കുന്ന ആ ഒരു പ്രോസസ്സ്, അല്ലെങ്കിൽ പ്രോസസ്സ് ഒന്നുമില്ല തന്നെ പറയാൻ പറ്റില്ല, എന്തോ ഒരു കാര്യം. അതെന്തോ ഒരു കാര്യം എന്ന് പറയുന്ന വേർഡ് പോലും ശരിക്കും അതിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റുന്നൊരു വാക്കല്ല. പക്ഷെ അവിടെ ഇപ്പം നമുക്ക് മനസ്സിലാവാൻ പറ്റില്ല, ഒരു കമ്മ്യൂണിക്കേഷൻ കൊണ്ട് നമുക്ക് പറയാം അവിടെ ഒരു കാര്യം, ഒരു വാക്കുകൾക്ക് അതീതമായ ഒരു പ്രോസസ്സ് ഹാപ്പൻ ചെയ്യും. ആർക്ക് ഹാപ്പൻ ചെയ്യുമെന്നല്ല, ആർക്ക് വേണ്ടി ഹാപ്പൻ ചെയ്യുമെന്നല്ല, എവിടെ ഹാപ്പൻ ചെയ്യുമെന്നുമല്ല, ഒരു ഹാപ്പനിങ്. അത്രമാത്രമേ ഉള്ളൂ. ഒരു ഹാപ്പനിങ് മാത്രം ഉണ്ടാവും. അത് ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം നമ്മൾ എത്രത്തോളം ഇത് കൺവേ ചെയ്യാൻ നോക്കിയാലും കൺവേ ആവുന്ന കാര്യമല്ല. ഇത് വളരെ പാരഡോക്സിക്കലാണ്, അത് വിരോധാഭാസമാണ്. അതുകൊണ്ട് തന്നെ ഇത് പറയുന്ന ആളുകൾക്ക് വട്ടാണെന്ന് ചിലപ്പോൾ കേൾക്കുന്നവർക്ക് തോന്നാം. എന്നാൽ അതിൻ്റെ ഈ പറഞ്ഞ ആ ഒരു ഹാപ്പനിങ്ങിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഒരു ശരീരത്തിനോ മനസ്സിനോ മാത്രമേ അത് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾക്കിതിൽ എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് വേണമെന്നുണ്ടെങ്കിൽ ഡെയിലി 1 മിനിറ്റ് വെറുതെ ഇരുന്ന് നോക്കൂ. എന്തായാലും നമ്മളെപ്പോഴും ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു, നമ്മൾ കഷ്ടപ്പെടുന്നുണ്ട്, ജോലി ചെയ്യുന്നുണ്ട്. നമ്മൾ വെറുതെ ഒന്ന് റിലാക്സ് ചെയ്യാമെന്ന് വിചാരിക്കുമ്പോൾ ശരിക്കും നമ്മൾ വെറുതെ ഇരിക്കുകയല്ല ചെയ്യുന്നത്. നമ്മൾ ഫോൺ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, TV കണ്ടുകൊണ്ടിരിക്കുകയാണ്, സിനിമ കണ്ടുകൊണ്ടിരിക്കുകയാണ്, പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ കഥാബുക്ക് വായിക്കുകയാണ്, ബാലരമ കളിക്കുടുക്കയൊക്കെ വായിക്കുകയാണ്. ഇതൊന്നും അല്ലെങ്കിൽ തന്നെയും അല്പം ഫുഡെങ്കിലും അല്ലെങ്കിൽ ഒരു ചായയെങ്കിലും കുടിച്ചുകൊണ്ടെങ്കിലും ആയിരിക്കും നമ്മൾ ഇരിക്കുന്നത്. സോ ബേസിക്കലി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരിക്കലും വെറുതെ ഇരിക്കുന്നില്ല. സോ നിങ്ങളുടെ ബോഡിക്ക് ഒരു റെസ്റ്റ് കൊടുക്കാൻ വേണ്ടിയെങ്കിലും ഒരു 5 മിനിറ്റ് എഫേർട്ട് ഇട്ട് വെറുതെ ഇരിക്കാൻ ശ്രമിക്കുക. ആ എഫേർട്ട്ലെസ് ആയിട്ടുള്ള ഒരു നമ്മുടെ കൺട്രോളിലല്ലാത്ത ആ ഒരു നാച്ചുറൽ വെറുതെ ഇരിക്കൽ എന്ന് പറയുന്ന കാര്യം തനിയെ സംഭവിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിങ്ങൾക്കും അത് സംഭവിക്കട്ടെ. താങ്ക് യു.